ആരാ മനസ്സിലായില്ല? അയ്യോ തോക്ക്. ആരും ഓടരുത്. ഈ ഗോഡൌൺ മുഴുവൻ എൻ്റെ ആളുകൾ വളഞ്ഞിരിക്കുകയാണ്. ബീച്ചിൽ നിന്ന് കിട്ടിയ മോതിരം എന്നെ ഏൽപ്പിക്കുക. അത് യഥാർത്ഥ ഓണറിന് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഞങ്ങളാ മോതിരം ഇവനിക്ക് കൊടുത്ത്, ഇവനത് വേറെ ആയിരിക്കാ കൊടുത്ത്. അയാളേതോ ഒരു രാജക്ക, ഡയമണ്ട് രാജ. ആ രാജാത് ഗൾഫിലേക്ക് അയച്ചു. ബോസ് ഒരു കോൾ വരുന്നുണ്ട്, പുറത്തുനിന്നാണ്. പോയി നോക്ക്. ബോസ് ഇവൻ പ്രശ്നം ഉണ്ടാക്കണേ. അവനൊരു ആള് കാണും. ഇങ്ങോട്ട് നീങ്ങിക്കടാ. എന്നമ്മോ ഈ യഹിയാനോടെ ഡയമണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് രാജനോട് എത്തിക്കാൻ പറ. കമ്മീഷൻ തരാന്ന് പറ. നീ വിളിക്ക്. ഹലോ ഏഹിയ, ഹേമരാജ് ഇങ്ങോട്ട് വരും അല്ലേ? ഡയമരാജ് വരുമല്ലോ. അരമണിക്കൂറിനുള്ളിൽ ഡയമരാജ് ഇവിടെ എത്തിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. അയ്യോ സമയോ അരമണിക്കൂറായി. എവരുടെ ഡയമരാജ? ദേവന്നി. രാജാ മോതിരോട് രാജാ, സത്യം പറ, ആരിക്കോടുത്ത്? മോതിരം ഗൾഫുകാരനോട്ട്. ഞാൻ നിങ്ങളതിൽ ഡയമണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ. അത് വാങ്ങിക്കാൻ. എന്താ നീ കൂടി ആളക്കളേക്കണ? നീ അതേ കിടന്ന് കുരക്കലടാ. നീ ഞങ്ങളെ രണ്ടൊരു ഫോട്ടോ കൊടുത്ത് നിന്റെ മുതലാളിമാർക്ക് അയച്ചിടും. എന്നിട്ട് നിനക്ക് കുരക്കാൻ പറ്റി കുരക്കടാ, കേട്ടടാ. നീയൊക്കെ സിനിമ നടന്മാരാ. ഇവരെ ഫോട്ടോ എടുത്ത് ബോസിന് പറ. ബോസിന് കോൾ ചെയ്യും. എന്നിട്ട് സ്പീക്കറിലൂടെ. ഹലോ. ആ ബോസ്, വാട്സാപ്പിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടോ? ഒന്ന് നോക്കിയേ. ഒന്ന് ഓൾഡേ ഞാൻ നോക്കട്ടെ. എൻ്റെ പൊന്നും മോനെ, ഈ ടീമില്ലേ മാസ്റ്ററുടെ ടീമാണ്. 10-15 വർഷമായി ഇവർ ഈ ഫീൽഡ് വിട്ടിട്ട്. അവരോട് മുട്ടാൻ നിൽക്കണ്ട, പുലികളാണ്, പഴയ പുലികളാണ്. ഓക്കെ ഭയ്യ. वो क्यों दे रही है? वो मास्टर से मिलने आया था. क्यों? वो मालिक के लोग उसकी घर तोड़ दिया. मालिक ने? हाँ. आज रात मालिक को पकड़ना है. मालिक? हाँ. वो क्लब में होगा. उधर से पकड़ेगा. मास्टर ने उनसे क्या करने के लिए बोला? मास्टर बोला जिंदा चाहिए. मारने का नहीं? नहीं जिंदा चाहिए. पकड़ेगा. समझा? चलो. गाड़ी स्पीड में जाओ, मालिक आ रहा है. डेंजर आदमी है, देखने का. हाँ ठीक है. चल गाड़ी में बैठ, मास्टर बुला रहे हैं. बैठ. अरे जा तुम यहाँ से, तुम अपना काम देख, यहाँ से निकल. चल बैठ. गाड़ी में बैठ. उसको छोड़ना नहीं. क्यों गोली मारा? कहा था ना जिंदा चाहिए. छोड़ो यार. പറ രാജ, ഫോൺ നമ്പർ ആരുടെയിലാണ് മോതിരം കൊടുത്തേക്കണത്? ഞാൻ വിളിച്ചോടാ. വേണ്ട, ഞാൻ വിളിക്കാം. ഹലോ. ആ രാഹുലാണ്. ആ പറഞ്ഞോ. എടാ, ഞാൻ കഴിഞ്ഞ ദിവസം തന്ന മോതിരം എനിക്ക് തിരിച്ചു വേണം. എന്താ ചെയ്യാ? ഞാനത് ബഹ്റൈനിലെ നിസാറിന് വിറ്റടാ 3 ലക്ഷത്തിന്. നീ സാറിനെ വിളിച്ച് പറഞ്ഞേക്ക് ഞാൻ വിളിക്കുമെന്ന്. ആ നീ വിളിച്ചോ, ഞാൻ പറഞ്ഞേക്കാം. രാജ, എടാ, കഴിഞ്ഞ ദിവസം രാഹുലിന്റെ നിന്ന് മേടിച്ച ആ മോതിരം എനിക്ക് തിരിച്ചു വേണം. ആ ചെറിയ പ്രശ്നമുണ്ട്. രാഹുൽ എന്ന മോതിരമല്ലേ? എന്ത് മോതിരമാണ് രാജാവ്? ഞാൻ എടുത്ത് അപ്പൊ തന്നെ ആകെ ഇടങ്ങേറായി. ഞാൻ വേറൊരു സുഹൃത്തിന് കൈമാറിയിട്ടുണ്ട്. അവന്റെ കോള് കട്ട് ചെയ്തപ്പോ തന്നെയാണ് രാജ വിളിച്ചത്. ആ മോതിരം എനിക്കിതാ, എന്ത് വേണമെങ്കിലും തരാം.
എനിക്ക് അടുത്ത ഫ്ലൈറ്റിലെ മോതിരം നാട്ടിലെത്തണം. അത് ഞാൻ നോക്കിയിട്ട് പറയാം എന്താന്ന് വെച്ചാ. മോതിരം എത്തിയിട്ട് എല്ലാവരും കൂടെ ഒന്ന് പോയാ മതി, മനസ്സിലായില്ല? അഞ്ചാറ് മണിക്കൂറായി, എത്തിയിട്ടുണ്ടാവുമല്ലേ? എത്താൻ സമയമായിട്ടുണ്ട്. ബോസ് ഒരാൾ പുറത്തു വന്നിട്ടുണ്ട്, ഗൾഫിൽ നിന്നാ പറഞ്ഞത്. ആ അവനെ കൊണ്ടോ. ഒന്നുമല്ല മാൻ. ബഹ്റൈനിന് സാറ് വേണ്ടി തന്നെയാണ്. മോതിരം ഉണ്ടോ? ആ എന്താ? എന്നാ അതെ, ഈ മോതിരം ഷാജി മനുഷ്യൻ രണ്ടാമനെ കൊടുത്തേക്ക്, കാര്യം പറഞ്ഞേക്ക്. മോതിരം കോപ്പൊന്നും പറഞ്ഞ് വഴിക്ക് കാണാൻ പാടില്ല. സാധനം കിട്ടിയാല കിട്ടൂ. ഇതാണ് എൻ്റെ കാർഡ്. എന്താ ആവശ്യമുണ്ടെങ്കിലും വിളിക്കാം. നീയൊക്കെ വലിയ സംഭവമായിരുന്നല്ലേ? ഹലോ, 10 മിനിറ്റ് കേട്ടോ, ഇപ്പൊ തന്നെ വരാം. അടിയിലേക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം കേട്ടോ. പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചോട്ടെ. കാണാനല്ലത്. എന്റെ പൊന്നോ, എവിടെ പോയത്? മോതിരോ? എന്റെ പൊന്നെ, നാളെ ചെറുവാനൊന്ന് വിളിച്ച് പറയട്ടെ. അതാകെ ഞാനോ. പറയട്ടെ ബിലാലെ. ഹലോ ജൻസിർ ഭായ്, മോതിരം കിട്ടിയതാ. എന്റെ ബാഗിൽ തന്നെ ഉണ്ടായി മോതിരം. ആണോ? എടാ, എന്റെ പിള്ളേരും ആൾക്കാരും മോതിരം തപ്പിക്കൊണ്ടിരിക്കണേടാ. ഓ അതെ, ആ ജൻസിർ ഭായിന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് ക്യാഷ് അങ്ങോട്ട് അയച്ചേക്കാട്ടാ. ഓക്കേടാ. ഫോൺ എടുക്കുന്നില്ല താലിബേ. ഈ താലിബ് ഫോൺ എടുക്കുന്നില്ലല്ലോ, എന്ത് കഷ്ടാണ് നോക്കിയേ. പക്ഷേ ബോസ് ഫോൺ എടുക്കണല്ലോ. ആ ഹലോ ബോസ്, ഒരു കാര്യമുണ്ട്. പറയടാ. ബിലാലിന്റെ മോതിരം കിട്ടിയിട്ടുണ്ട്. ബിലാൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ മോതിരം കിട്ടിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അവന്റെ ബാഗിലുണ്ടായിരുന്നു. അവന്റെ മോതിരം അവന്റെ ബാഗിലുണ്ടായിരുന്നു. എന്റെ കയ്യിലുള്ള മോതിരായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, അത് തൽക്കാലം നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ ബോസ്. ഈ മോതിരത്തിന് വേണ്ടി ഞാൻ എന്തോരം കിടന്ന് ഓടിയതാ. ഇനി ഇതെന്റെ പേരിലേക്ക് കിടക്കട്ടെ. കൊള്ളാം. അതെല്ലാം ഓക്കെ. ഞാൻ പറഞ്ഞ കാര്യം എന്തേ, അത് എത്ര പെട്ട് ശരിയാകണം കേട്ടോ. ഓക്കെ എടോ, എന്റെ മോതിരുന്ന കാര്യം എന്തേ? ഇതുവരെ ഞങ്ങൾ കൊടുത്ത ആൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എല്ലാരും അന്വേഷിക്കുന്നുണ്ട് സാർ, അത് പെട്ടെന്ന് തന്നെ കണ്ടെത്താം നമുക്ക്. സാർ, അസ്ലാം ഖാന്റെ കോൾ വരുന്നുണ്ട് സാർ. എന്റെ മോതിരത്തിന്റെ കാര്യം എന്തായി? ഹലോ ബോസ്, ബോസിന്റെ മോതിരം ഒരു ടീമിന്റെ കയ്യിലുണ്ട്. അവരുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നീ ഓഫീസിലേക്ക് വരും. ഓക്കെ ബോസ്, ഞാനിപ്പോ വരാം. മോതിരം ഒരു ടീമിന്റെ കയ്യിലുണ്ട്. അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കി. ഓക്കെ സാർ. ഇതാ സാർ. ഓ, ഇവന്മാരാണല്ലേ, അത് ശരി. ഹലോ, ആരാന്നറിയില്ല, നല്ല പരിചയമുള്ള ശബ്ദം. ഹലോ ഹലോ മാസ്റ്റർ ടീം, ഞാനാണ് മുക്താർ. എന്നെ മറന്നിട്ടില്ലല്ലേ?
ആ വിളിച്ച കാര്യം പറ. എന്റെ മോതിരം നിങ്ങളതിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് എത്രയും പെട്ടെന്ന് എന്നെ തിരിച്ചേൽപ്പിക്കണം. ബായ്, യഥാർത്ഥ ഉടമസ്ഥന് ഇപ്പൊ കൊടുത്തോളൂ മോതിരം. അതെ, നമ്മൾ തമ്മിൽ മുമ്പ് പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും. അതായത് ഞാനത് വിട്ടു. നിങ്ങൾ ഇന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. നമ്മൾ തമ്മിൽ ഇനി ഒരു പ്രശ്നം വേണം. നാളെ വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് എന്റെ മോതിരം കിട്ടിയിരിക്കണം. ഓക്കെ? മുക്താറാണ് വിളിച്ചത്. അയാൾ ഫോൺ കട്ട് ചെയ്ത്. പണിയാണോ? നോക്കാം. പഴയ കുപ്പായിടേണ്ടി വരുമോ? നമ്മ ഇപ്പൊ കൊടുത്ത മോതിരൂലേ, അത് മുക്താറിന്റെയാണ്. നാളെ വൈകുന്നേരം കൊടുക്കുന്ന ആൾക്ക് ഭീഷണിയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് മോതിരം മേടിച്ചതാരാണ്? അറിയില്ല. ഞാനാണെങ്കിൽ അവൻ തന്ന കാർഡാണെങ്കിൽ കത്തിച്ചും കളഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, അവനോട് എവിടെയെങ്കിലും ഉണ്ടാവും. നമുക്ക് അവനെ പോയി തപ്പാം. വാ. ആ വാ. വീണ്ടും മഞ്ഞുണ്ടല്ലോ, പണിയായ. ഇവനെന്താ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കണത്? ഹലോ, എന്താടാ? മുതലാളി, നമ്മളെ കമ്പനിക്ക് തീ പിടിച്ചു. എപ്പോഴാ? ഇപ്പ എന്നിട്ട് എല്ലാം നശിച്ചു മുതലാളി. ഞാൻ വരാം ഞാനിപ്പോ വരാം. ഹലോ സാറേ, സാറിന്റെ ബെസ്റ്റ് അടിച്ച് ആകെ കുഴപ്പമാണ് സാറേ. നിങ്ങളെങ്കിലും മാറുന്നോ? എന്ത് പണ്ടായിരുന്നു ഇന്നലെ ഇട്ടപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ് ഈ മോതിരം. പണ്ടായിരുന്നു. നല്ല പരിചയമുള്ള മോതിരമാണല്ലോ. ഓ, ഇന്നത്തേക്കല്ല അല്ലേ? എന്നാ വേണമെങ്കിൽ എടുത്തോടാ. 100 തന്നാ മതി. എടുത്തോടാ. ആരാവൻ ഞാൻ നോക്കി. ഇവൻ എന്നെ തല്ല് ഒളിപ്പിക്കും. എല്ലാരും ഉണ്ടല്ലോ. മോതിരം വേണോ? എന്റെ പൊന്നാശാനെ, ഒന്നും വേണ്ട, വിട്ടോ. ഒരു മോതിരം ഉണ്ട്, വേണം. ഒരു മോതിരം ഉണ്ട്. നീടെ വന്നേ. അതൊന്നും വേണ്ട, വള്ളിക്കട്ടൊക്കെ 200 തന്നാ മതി. ഓവല്ലേ 100 തന്നാ മതി. നോക്കട്ടെ. വാ, നമുക്ക് വന്നാലും നോക്കാം. ആ മോതിരമൊക്കെ മാറ്റി വെച്ചു. ഷാജി, നമ്മുടെ മോതിരമാണ് ഷാജി. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ആ കടപ്പുറന്ന് മണ്ണിക്കടന്ന് കിട്ടിയാണ്. കാശ് എവിടെ? ക്യാഷാ? നീയേ ആ മുക്താറിനെ വിളിച്ച് വിവരം പറ. എന്നിട്ട് എന്താന്ന് വെച്ചാ ചെയ്യും. ഹലോ മുക്താർ, നിങ്ങളെ മോതിരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എവിടെ ഉണ്ടാവും? ഓക്കെ. എന്നാലും മോതിരം കറങ്ങിത്തിരിഞ്ഞ് നമ്മളെ തന്നെ ഒന്ന് പെട്ടല്ലേ. ഭാഗ്യം. മുക്താർ എവിടെ വരാന്നാണ് പറഞ്ഞത്? ലൈറ്റ് ഹൗസിനോട് വരാന്ന് പറഞ്ഞോ. ഇതോടുകൂടി പണ്ടാരം അവസാനിക്കുമല്ലോ അല്ലേ? ഇനി മുക്താറിനെ കൊണ്ട് വല്ല ശല്യം ഉണ്ടാവും? വന്നോടത്ത് വെച്ച് കാണാനേ.